ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ആമസോൺ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിന്ന് എങ്ങനെ നിങ്ങൾക്ക് ഓട്ടോ പൈലറ്റായിട്ട് എല്ലാ മാസവും അത്യാവശ്യം എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. അപ്പോൾ കുറേ നാൾ മുമ്പ് ഈ ആമസോണിൽ എങ്ങനെ ഒരു അഫിലിയേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള രണ്ട് വീഡിയോസ് ഞാൻ ചെയ്തിരുന്നു, 2 പാർട്ട് വീഡിയോസ് ചെയ്തിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാം, ആമസോണിൽ നിന്ന് വരുമാനം നേടാമെന്നൊക്കെ പറഞ്ഞിട്ട്. ആ 2 വീഡിയോൻ്റെ ലിങ്ക്, അതല്ലെങ്കിൽ അതിൽ കൂടുതൽ വീഡിയോസ് ആമസോണിനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, നിങ്ങൾക്ക് ഉപകാരപ്പെടും. എന്തായാലും ഈ 2 പാർട്ട് വീഡിയോ നിങ്ങൾ കാണണം, എന്നാൽ മാത്രമേ ഈ അക്കൗണ്ട് ക്രിയേഷൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ. അതായത് ഒരു അഫിലിയേറ്റ് അക്കൗണ്ട്, ആമസോണിൻ്റെ ഒരു അഫിലിയേറ്റ് അക്കൗണ്ട്, അതെന്തെന്ന് വെച്ചാൽ നമുക്ക് ആമസോണിൻ്റെ പ്രോഡക്റ്റ് റീസെല് ചെയ്യാൻ പറ്റുന്ന ഒരു അക്കൗണ്ടാണ് ഈ അഫിലിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള 2 വീഡിയോസും അതിൻ്റെ കൂടെ അതിന് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ്. ഒരുപാട് പേരൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ എല്ലാ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, 1 by 1 ആയിട്ട് നിങ്ങൾ കാണുക. എന്നിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ആമസോണിൽ ഇപ്പോൾ സാധാരണ അക്കൗണ്ട് ഉള്ള ആളുകൾക്ക് സെയിം യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് ഒരു അഫിലിയേറ്റ് അക്കൗണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിൻ്റെ വീഡിയോസിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ട് ഒരു അഫിലിയേറ്റ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അങ്ങനെ ഒരു അക്കൗണ്ട് നിങ്ങൾക്ക് അപ്രൂവൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ ആമസോണിൻ്റെ വെബ്സൈറ്റ് എടുക്കുമ്പോൾ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് അസോസിയേറ്റ്സ് സൈറ്റ് സ്ട്രൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സെക്ഷൻ നിങ്ങൾക്ക് കാണാം. അതിൽ ഗെറ്റ് ലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷനും കാണാൻ സാധിക്കും. ഇതെന്തെന്ന് വെച്ചാൽ ഏതൊരു പ്രോഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കുമ്പോഴും ആ ഒരു പേജിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓട്ടോമാറ്റിക് നിങ്ങളുടെ സ്റ്റോർ ഐ ഡിയും ട്രാക്കിംഗ് ഐ ഡിയും ഇതിൽ വരും. അതിൽ നിന്ന് ആ പ്രോഡക്റ്റിൻ്റെ ഒരു അഫിലിയേറ്റ് ലിങ്ക് നമുക്ക് എടുക്കാൻ സാധിക്കും. ഓക്കെ, രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഫുൾ ലിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ ഷോർട്ട് ലിങ്കും. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ വെബ്സൈറ്റൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബാനറൊക്കെ കൊടുത്തിട്ട് അതിൻ്റെ ഹൈപ്പർ ലിങ്കിലൊക്കെ ഇത് കൊടുക്കാൻ സാധിക്കും. അതല്ലാതെ സാധാരണ ആളുകൾക്ക് ഇപ്പോൾ വെബ്സൈറ്റ് ഒന്നുമില്ല, സാധാരണ നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് മാത്രമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഷോർട്ട് ലിങ്ക് ഉപയോഗിക്കാൻ സാധിക്കും. അതെങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ആ 2 വീഡിയോസും കണ്ടിട്ട് നിങ്ങളുടെ അഫിലിയേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, എന്നാൽ മാത്രമേ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി നിങ്ങൾ ആമസോൺ അക്കൗണ്ടിൽ വരുമ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് നടക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഈ ആമസോണിന് കിട്ടുന്ന പ്രോഡക്റ്റുകൾ, ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന പ്രോഡക്റ്റുകളുടെ ലിസ്റ്റ് നമുക്ക് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം ബെസ്റ്റ് സെല്ലേഴ്സ് ഇൻ കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ് എന്ന് പറയുന്ന സെക്ഷനിൽ ഒരുപാട് കമ്പ്യൂട്ടർ ആക്സസറീസ് വിൽക്കാൻ വെച്ചിട്ടുണ്ടാവും. ഇതിൽ ഏറ്റവും സെയിൽസ് നടക്കുന്ന പ്രോഡക്റ്റ് ആയിരിക്കും ഇതിൽ കൊടുത്തിരിക്കുന്നത്. ആദ്യം കുറേ വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഇതിനെല്ലാം വേണ്ടി മറ്റു വെബ്സൈറ്റുകൾ ഉണ്ടായിരുന്നു. പുതിയ പ്രോഡക്റ്റ്, ഇതിൽ ഏറ്റവും പോപ്പുലറായുള്ള പ്രോഡക്റ്റുകൾ കണ്ടുപിടിക്കാനുള്ള വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആമസോൺ തന്നെ ആ ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് തന്നിട്ടുണ്ട്. അതായത് അഫിലിയേറ്റ്സിന് വേണ്ടിയിട്ട്, പ്രൊമോട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അവർ തന്നിട്ടുണ്ട്, ബെസ്റ്റ് സെല്ലർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഇതിൽ നിങ്ങൾക്കിപ്പോൾ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ്, നിങ്ങൾക്ക് താല്പര്യമുള്ള ഇപ്പോൾ ഡ്രസ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ഫിറ്റ്നസ് പ്രോഡക്റ്റ് ആയിക്കോട്ടെ, അതുമല്ലെങ്കിൽ ഇപ്പോൾ ആക്സസറീസ് കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഫോണോ ആയിക്കോട്ടെ, ഏതിലാണ് കൂടുതൽ നിങ്ങൾക്ക് താല്പര്യം പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു പ്രോഡക്റ്റ് നിങ്ങൾ സെലക്ട് ചെയ്ത് എടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഫിറ്റ്നസ് സെക്ഷനിൽ പ്രോഡക്റ്റുകൾ ഞാനൊന്ന് സ്ക്രോൾ ഡൗൺ ചെയ്ത് കാണിച്ചു തരാം. ഇതിലേതെങ്കിലും ഒരു പ്രോഡക്റ്റാണ് ഇപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നതെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഡംബിൾസ് ഞാൻ എടുക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു പേജ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളൊരു അഫിലിയേറ്റ് ആണെങ്കിൽ ഏറ്റവും മുകളിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഗെറ്റ് ലിങ്ക് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇപ്പോൾ നമ്മൾ ഈ 10 kg ഡംബിൾസിൻ്റെ ഈ ഒരു പേജാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും മുകളിലുള്ള ഈ ഗെറ്റ് ലിങ്ക് എന്ന് പറയുന്ന ബട്ടണിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ അഫിലിയേറ്റ് ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു ഷോർട്ട് ലിങ്ക് ഇവിടെ ക്രിയേറ്റഡ് ആയിട്ട് വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിട്ട് പുതിയൊരു പേജിൽ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് നോക്കുക. പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു പേജ് തന്നെ വീണ്ടും ഓപ്പൺ ആയിട്ട് വരും. ഇതെന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്നിപ്പോൾ ഈ ഒരു പേജിൽ നിന്ന് ആര് പർച്ചേസ് ചെയ്താലും അതിൻ്റെ ഒരു സർട്ടൺ പെർസെൻറ്റേജ് കമ്മീഷൻ നിങ്ങളുടെ അഫിലിയേറ്റ് അക്കൗണ്ടിലേക്ക് ലഭിക്കും. ഏറ്റവും മുകളിൽ നിങ്ങളുടെ ഐ ഡിയും മറ്റു കാര്യങ്ങളും ഈ ഒരു ലിങ്കിൽ നോക്കിയാൽ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കണ്ടൻറ് ഐ ഡിയും മറ്റു കാര്യങ്ങളെല്ലാം കാണാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു പേജിൻ്റെ ലിങ്ക് നമ്മൾ എടുക്കേണ്ടത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് എടുക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രോഡക്റ്റ് നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു ലിങ്ക് എടുത്തതെന്ന് വെച്ച് നമുക്ക് സെയിലൊന്നും കിട്ടാൻ പോകുന്നില്ല. നമ്മൾ ഈ പ്രോഡക്റ്റ് സെയിൽ ചെയ്യണം, അതായത്
പ്രൊമോട്ട് ചെയ്യണം. പെയ്ഡ് പ്രൊമോഷൻ ഒന്നും ചെയ്യേണ്ട, വളരെ സിമ്പിളായിട്ട് ഫ്രീ ആയിട്ട് തന്നെ നമുക്കിത് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ യൂസ് ചെയ്യാം, അതുമല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് ഈ ഏതെങ്കിലും ഒരു നല്ലൊരു പ്രോഡക്റ്റ് എടുത്തിട്ട് ആ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തതുപോലെ ഫിറ്റ്നസ് ബേസ് ആയിട്ടുള്ള എല്ലാ പ്രോഡക്റ്റിൻ്റെയും ഫോട്ടോസ് ഡെയിലി അതിൽ അപ്ഡേറ്റ് ചെയ്യുക. എന്നിട്ട് മെയിനായിട്ട് നിങ്ങളുടെ പേജിൻ്റെ ഒരു ലിങ്കോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സംഭവം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കുക. അതല്ലെങ്കിൽ ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് പിൻട്രസ്റ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ സെയിൽസ് ലഭിക്കാൻ നമുക്ക് ചാൻസ് ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. നമുക്കിപ്പോൾ ഏറ്റവും മുകളിൽ ജിം എക്യുപ്മെൻറ്റ്സെന്നോ അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ്സെന്നോ അങ്ങനെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം ജിം എക്യുപ്മെൻറ്റ് എന്ന് പറഞ്ഞ പേജ് അല്ലെങ്കിൽ ആ ഒരു സെർച്ച് സെക്ഷൻ. ഇവിടെ ഒരുപാട് പേര് ഇത് ബേസ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഇട്ടത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പിക്ചറിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഓപ്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ ഒരു പേജിലേക്കായിരിക്കും പോകുന്നത്. നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പേജിൽ നമ്മളുടെ അഫിലിയേറ്റ് ലിങ്ക് കൂടി പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ ഈ ഒരു പേജ് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. അതിൽ വെബ്സൈറ്റ് അഡ്രസ്സ് കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇവിടെ നമുക്ക് കാണാം ഒരു ഇമേജ് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ ആരെങ്കിലും ഈ ഒരു ഇമേജ് കണ്ടിട്ട് ഇപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റാണെന്ന് വിചാരിക്കുക, അവരത് പർച്ചേസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അവർ ചെയ്യുന്നത് ഈ വിസിറ്റ് സൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു വെബ്സൈറ്റിലേക്ക് ഈ ഒരു പേജ് ഡീവിയേറ്റ് ആയി പോകും. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, ഈ ഒരു പേജ് ഇതിൽ നിന്ന് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഇമേജ് കൊടുക്കുക, ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുക. ഇതൊന്നും നിങ്ങൾ വളരെ ബുദ്ധിമുട്ടായിട്ടൊന്നും ചെയ്യേണ്ട, വളരെ സിമ്പിളായിട്ട് ആമസോണിൽ പോയിട്ട് ആ സെയിം ഫോട്ടോസ് ഇതുപോലെ കോപ്പി ചെയ്യുക, സെയിം ഡിസ്ക്രിപ്ഷൻ ഇതുപോലെ കോപ്പി ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ ഒരു സംഭവം നിങ്ങളിപ്പോൾ ഒരു പ്രോഡക്റ്റാണ് ആമസോണിൽ നിന്ന്, ഫോർ എക്സാമ്പിൾ ഈ ഒരു പ്രോഡക്റ്റാണ് നിങ്ങളിപ്പോൾ വിൽക്കാൻ ശ്രമിക്കുന്നതെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഒരു 4 പോസ്റ്റോ അല്ലെങ്കിൽ 5 പോസ്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിടണം. എന്നിട്ട് ഡെയിലി ഈ പിൻട്രസ്റ്റിൽ ഒരു 3-4 പ്രാവശ്യം നിങ്ങൾ മാനുവലായിട്ട്, ഒന്നില്ലെങ്കിൽ മാനുവലായിട്ട് പോസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് പോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഞാൻ കാണിച്ചു തരാം. ഒരു പ്രാവശ്യം നിങ്ങൾ പോസ്റ്റ് ചെയ്ത് വെച്ച് ടൈമിംഗ് എല്ലാം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു വെബ്സൈറ്റ് നിങ്ങളുടെ ഈ ഒരു പേജിലേക്ക് പോസ്റ്റ് ചെയ്യും. അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് പ്രോഡക്റ്റ് സെലക്ഷനാണ്. പ്രോഡക്റ്റ് ഇപ്പോൾ നമ്മൾ ഇത് സെലക്ട് ചെയ്തു. ഇനി ഇതിൻ്റെ ഇമേജ്, സെയിം ഇമേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം, അല്ലെങ്കിൽ ഇപ്പോൾ ക്യാൻവ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ പോയിട്ട് ഇതുപോലുള്ള ഇമേജസുകൾ കുറച്ചുകൂടി പ്രൊഫഷണലായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ക്യാൻവ വെബ്സൈറ്റ് അല്ലെങ്കിൽ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്, അതിൽ പോവുക. എന്നിട്ട് സെർച്ച് സെക്ഷനിൽ പിൻട്രസ്റ്റ് പിൻസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇപ്പോൾ പിൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് പേജസുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ നമുക്ക് കിട്ടും. ചിലതെല്ലാം പെയ്ഡ് ആയിരിക്കും, പ്രീമിയം ആയിരിക്കും, ചിലതെല്ലാം ഫ്രീ ആയിരിക്കും. ഫ്രീ ആയിട്ടുള്ള ഓപ്ഷൻ മാത്രം നമ്മൾ എടുക്കുക. ഫോർ എക്സാമ്പിൾ ഈ ഒരു പേജ് നമ്മൾ എടുത്തു എന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലുള്ള ഇമേജസും മറ്റു കാര്യങ്ങൾ ഇത് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഇമേജ് ജസ്റ്റ് സേവ് ചെയ്ത് നിങ്ങളുടെ സിസ്റ്റത്തിലോ അല്ലെങ്കിൽ മൊബൈലിലോ ഇടുക. എന്നിട്ട് ആ ഒരു ഇമേജ് തന്നെ കുറച്ചുകൂടി അട്രാക്ഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയുന്നത്. ഇതുപോലെ നമുക്ക് സേവ് ചെയ്തിടാം ആദ്യം. ഇപ്പോൾ ഡിസൈനൊന്നും ഇല്ലാതെ ഇതേ രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് പിന്നെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച്. അതിന് പിൻട്രസ്റ്റിൽ ഒരു അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ ഒരു പ്ലസ് സിമ്പിൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ പ്ലസ് സിമ്പിൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾ സേവ് ചെയ്ത ആ ഇമേജ് ഇവിടെ ബ്രൗസ് ചെയ്തെടുക്കുക. ഓക്കെ, ഇതുപോലെ ബ്രൗസ് ചെയ്തെടുക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും ആമസോണിലേക്ക് വരിക. ആമസോണിൽ ആ ഒരു ടൈറ്റിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ജസ്റ്റ് കോപ്പി ചെയ്യുക. ഓക്കെ, ദെൻ ഈ ടൈറ്റിലൂടെ പേസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ, ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഇതുപോലെ കോപ്പി ചെയ്യുക. കംപ്ലീറ്റ് കോപ്പി പേസ്റ്റ് ജോബാണിത്. ഇവിടെ പേസ്റ്റ് ചെയ്യുക. കൂടുതൽ ഡിസ്ക്രിപ്ഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആഡ് എ ലിങ്ക് എന്ന് പറയുന്ന സെക്ഷനിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഗെറ്റ് ലിങ്കിൽ പോയി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. ഈ ഒരു ലിങ്ക് നമ്മൾ കോപ്പി ചെയ്തെടുക്കുക. ഓക്കെ, കോപ്പി ചെയ്യുക, പിൻട്രസ്റ്റിൽ വരിക, ഇവിടെ ഈ ലിങ്ക് ആഡ് ചെയ്ത് കൊടുക്കുക. സെർച്ച് ടാഗിൻ്റെ അവിടെ ഡംബിൾസ് എന്ന് കൊടുക്കുക. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ മുകളിൽ വരും അതെല്ലാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം ഡംബിൾ വർക്കൗട്ട്, ജിം ഔട്ട്ഫിറ്റ്, ജിം എക്യുപ്മെൻറ്റ്, അങ്ങനെയെല്ലാം നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ടാഗുകൾ തന്നെ നമുക്കിവിടെ കൊടുക്കാം. ജിം എക്യുപ്മെൻറ്റ്.
അതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് ജിം ബേസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ വർക്കൗട്ട് ബേസ് ചെയ്തിട്ടുള്ള ടാഗുകളെല്ലാം ഇതുപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അത് ബേസ് ചെയ്തിട്ട് ഒരുപാട് സ്ക്രോൾ ഡൗൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് വർക്കൗട്ട് ബേസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളെല്ലാം അല്ലെങ്കിൽ ടാഗുകളെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആം വർക്കൗട്ട് ഇതുപോലെ ടാഗുകൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ചൂസ് എ ബോർഡ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ബോർഡുകൾ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ ജിം ബേസ് ചെയ്തിട്ടുള്ള പോസ്റ്റുകളാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ ബോർഡുകൾ ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു ബോർഡ് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ക്രിയേറ്റ് ബോർഡ് എന്ന് പറയുന്ന സെക്ഷനിൽ ഇവിടെ ഞാനിപ്പോൾ ജിം എക്യുപ്മെൻറ്റ്സ് എന്ന് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബോർഡിൻ്റെ ഉള്ളിലായിരിക്കണം നിങ്ങൾ ഈ ജിം ബേസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് എല്ലാം. അത് നമ്മളുടെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു ബോർഡ് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, ജിം എക്യുപ്മെൻ്റ് എന്ന് പറഞ്ഞ ഒരു ബോർഡ് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തു. ആ ഒരു ബോർഡ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ കീഴിൽ നമുക്ക് ഒരു അസെൻഡിങ്ങോ ഡിസെൻഡിങ് ഓർഡർ ആയിട്ട് നമുക്കൊന്ന് ഓർഡർ ബേസ് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. ഇത് ബോർഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് തന്നെ ചെയ്യാം. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഇനി ആകെ ചെയ്യേണ്ടത് പബ്ലിഷ് ചെയ്യുക. ഈ ഒരു പിന്ന് നമ്മളിപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ പിന്ന് ജസ്റ്റ് ഒന്ന് വ്യൂ ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് കാണാം സ്ലോവാക്ക് നമ്മളുടെ ആ പിൻ ഇവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ പിൻട്രസ്റ്റിലൂടെ ഇതുപോലുള്ള ഇമേജ് ബേസ് ചെയ്തിട്ടുള്ള പ്രൊമോഷനാണ് കൂടുതലും നടക്കുന്നത്. ഇതിൽ ഡെയിലി നമ്മൾ ഇതുപോലെ ഒരു 4 പ്രാവശ്യമെങ്കിലും പോസ്റ്റ് ചെയ്യണം സെയിം പ്രോഡക്റ്റ്. ഇത് നിങ്ങൾ ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരാഴ്ചയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസമോ അല്ലെങ്കിൽ സെയിൽസൊക്കെ വന്ന് ലഭിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഇതുപോലുള്ള പ്രോഡക്റ്റുകൾ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഇനിയിപ്പോൾ ആരെങ്കിലും ഇപ്പോൾ ഏതെങ്കിലും ഒരു കസ്റ്റമർ ഇത് ജസ്റ്റ് വന്ന് നോക്കി അവർ ഈ ഒരു വിസിറ്റ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ നമ്മളുടെ ആ അഫിലിയേറ്റ് ബേസ് ചെയ്തിട്ടുള്ള പേജ് ആയിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വെബ്സൈറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും വേണ്ട. ഏറ്റവും കൂടുതൽ അതായത് ഏറ്റവും പോപ്പുലാരിറ്റി ഉള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ പിൻട്രസ്റ്റ് തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊമോഷണൽ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണിത്. ഇതിപ്പോൾ ആമസോൺ ബേസ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളെ കാണിച്ചു എന്നുണ്ടെങ്കിലും ഏതൊരു അഫിലിയേറ്റ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓപ്ഷൻസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, വളരെ പവർഫുള്ളാണിത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പോസ്റ്റ് ചെയ്യാൻ മാനുവലായിട്ട് പോസ്റ്റ് ചെയ്യാൻ മടിയുണ്ട് എന്നുണ്ടെങ്കിൽ buffer.com എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഇതിൽ നമുക്ക് നമ്മളുടെ പിൻട്രസ്റ്റോ അല്ലെങ്കിൽ യൂട്യൂബ്, ട്വിറ്റർ അക്കൗണ്ട് എല്ലാം ലിങ്ക് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് പോസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം. ഇതിൽ ഒരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ 14 ദിവസം ഫ്രീ ട്രയൽ നമുക്ക് കിട്ടും. ആ 14 ദിവസവും നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻ്റ് ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകളാണെങ്കിൽ നമുക്ക് ഒരു അക്കൗണ്ടിന് പകരം വേറൊരു യൂസർ നെയിമും പാസ്വേഡ് അല്ലെങ്കിൽ ഒരു ഇമെയിൽ ID വെച്ചിട്ട് പുതിയൊരു അക്കൗണ്ട് വീണ്ടും ക്രിയേറ്റ് ചെയ്യാം. അപ്പോഴും നമുക്ക് 14 ദിവസം ഫ്രീ ട്രയൽ കിട്ടും. വീണ്ടും നമുക്ക് ഇതുപോലെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൽ എങ്ങനെ നമ്മളുടെ ഈ പോസ്റ്റ് ലിങ്ക് ചെയ്യാമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. buffer.com എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. ഇതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ പിൻട്രസ്റ്റ് ആണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ഡാഷ്ബോർഡ് ഏകദേശം ഇതുപോലെ ആയിരിക്കും വരുന്നത്. ഞാനിപ്പോൾ ഇതിൽ പേയ്മെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല, ഫ്രീ ട്രയൽ മാത്രമാണ് ഞാൻ ഇതുപോലുള്ള പ്രൊമോഷണൽ ടെക്നിക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കണക്ട് പിൻട്രസ്റ്റ് കൊടുക്കുക. ഓക്കെ, കണക്ട് പിൻട്രസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ പേജിലേക്ക് ഇത് ഡീവിയേറ്റ് ആയി പോകും. നിങ്ങൾക്ക് ഇവിടെ കാണാം ലോഗിൻ ആസ് എൻ്റെ ഇൻട്രോവേൾഡ് എന്നാണ് എൻ്റെ പിൻട്രസ്റ്റിൻ്റെ പേര്. ഇവിടെ ഗീവ് ആക്സസ് കൊടുക്കുക. ആക്സസ് കൊടുത്താൽ മാത്രമേ ഓട്ടോമാറ്റിക് പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ആക്സസ് ഈ ഒരു വെബ്സൈറ്റിന് കിട്ടുള്ളൂ. എന്നാൽ മാത്രമേ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നതനുസരിച്ച് അവർക്ക് ഇത് പോസ്റ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ വേറെ ഏതെങ്കിലും അക്കൗണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതും ഇവിടെ കണക്ട് ചെയ്യാം. നിങ്ങളുടെ മെയിൻ പിൻട്രസ്റ്റ് അക്കൗണ്ടൊന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടും ഈ മാർക്കറ്റിംഗ് ടെക്നിക്കെല്ലാം അല്ലെങ്കിൽ പ്രൊമോഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ദെൻ ഫിനിഷ് കണക്ഷൻ കൊടുക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ അക്കൗണ്ട് ഇതിലേക്ക് കണക്റ്റഡ് ആവും. ഓക്കെ, കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ക്രിയേറ്റ് പോസ്റ്റ് കൊടുക്കുക. ഇവിടെ പ്ലാനും മറ്റു കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊന്നും നമ്മൾ നോക്കണ്ട. ക്രിയേറ്റ് പോസ്റ്റ് കൊടുക്കുക. ഇനി നമുക്ക് നേരത്തെ സെലക്ട് ചെയ്ത ആ ഇമേജ് ഇവിടെ കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ കൊടുക്കാം, എല്ലാം കൊടുക്കാം. അതിനു മുമ്പ് ഡയറക്റ്റ് ആ ഇമേജ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യുന്നതിന് പകരം ചെറിയ രീതിയിൽ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം. ഇത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്താൽ മതി, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുന്നതേ ഉള്ളൂ. ക്യാൻവ നേരത്തെ നമ്മളെടുത്ത പോലെ ക്യാൻവ എടുക്കുക. ഞാനിപ്പോൾ ആ ഒരു ഇമേജ് ഇവിടെ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. ക്യാൻവയിൽ അപ്ലോഡ് കൊടുക്കുക. ഓക്കെ, നമ്മൾ ആ ഇമേജ് നേരത്തെ സെലക്ട് ചെയ്ത ഈ ഒരു ഇമേജ് ഇവിടെ അപ്ലോഡ് ചെയ്യുകയാണ്. ഓക്കെ, ആ ഒരു ഇമേജ് ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മളെടുത്ത ഈ ഒരു ഇമേജിന് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അതായത് വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അത് ജസ്റ്റ് നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. ഫോട്ടോഷോപ്പ് അറിയാവുന്നവർ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇതുപോലെ റിമൂവ് BG എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിൽ ജസ്റ്റ് പോവുക.
നമ്മളുടെ ഇമേജ് അപ്ലോഡ് ചെയ്യുക, ആ ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ചുകൂടി അട്രാക്ഷൻ ആയിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി വൃത്തിയായിട്ട് നമുക്ക് ആ ഒരു ബാനർ ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കും. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് പോയിട്ടുണ്ട്, ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ, ആ ഒരു ഇമേജ് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പോയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു ഇമേജ് നമുക്ക് വീണ്ടും ഒന്ന് ക്യാൻവയിലേക്ക് അപ്ലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഈ ഒരു ഇമേജ് ഡ്രാഗ് ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഡ്രോപ്പ് ആയിട്ടുണ്ട്, കുറച്ചുകൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. സൈസും മറ്റു കാര്യങ്ങളും ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ചെയ്യേണ്ടത് നമ്മളുടെ ആ ഒരു ടൈറ്റിൽ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്യുക. വീണ്ടും ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി മറ്റേതെങ്കിലും ടൈറ്റിൽ നിങ്ങൾക്ക് ആവശ്യമെന്ന് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ഇതുപോലെ തന്നെ ചെയ്യുക, ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക. ഇതെല്ലാം നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഇതിൻ്റെ സൈസും മറ്റു കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇപ്പോൾ നല്ലൊരു പ്രൊഫഷണൽ ലുക്കുള്ള ഒരു ബാനർ ഇതുപോലെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. മുകളിൽ ഷെയർ ബട്ടണിൽ പ്രസ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, വീണ്ടും നമ്മളെ buffer.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഫയൽ ഇവിടെ നിന്നിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഫയൽ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡായി വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു ഹെഡിങ് ജസ്റ്റ് വീണ്ടും കോപ്പി ചെയ്തിട്ട് താഴെ ടൈറ്റിൽ കൊടുക്കുക. ടൈറ്റിൽ എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്, ഇവിടെ കൊടുക്കുക. ഡെസ്റ്റിനേഷൻ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. ഇവിടെയാണ് നമ്മളുടെ ആ ഡീവിയേറ്റ്, അതായത് നമ്മളുടെ ലിങ്ക് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ടത്. വീണ്ടും അത് കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യുക. ഇനി ഇവിടെ പിൻ ടു എന്ന് പറയും, ഇത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ബോർഡാണ്. ആ ബോർഡ് ഇവിടെ ചേഞ്ച് ചെയ്യാം. നമ്മളിപ്പോൾ ജിം എക്യുപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു സെക്ഷനിലാണ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആഡ് ടു ക്യൂ എന്ന് പറയുന്ന സെക്ഷനിൽ ഷെഡ്യൂൾ പോസ്റ്റ് എടുക്കുക. എന്നിട്ടിപ്പോൾ ഇന്നത്തെ ഡേറ്റ് ഇപ്പോൾ 4th February, അതുപോലെ തന്നെ ടൈം നമുക്കിവിടെ ഷെഡ്യൂൾ ചെയ്യാം. ഞാനിപ്പോൾ 1:30 മണിക്ക് ഒരെണ്ണം ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഷെഡ്യൂൾ കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്റ്റാർട്ട് യുവർ ഫ്രീ 14-day ട്രയൽ കൊടുക്കുക. ഓക്കെ, ഇത്ര കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പോസ്റ്റ് ഇവിടെ ഷെഡ്യൂളായി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ പോസ്റ്റുകൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ കുറേ നാളിന് മുമ്പ് ഇതുപോലെ ഒരുപാട് പോസ്റ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ മറ്റൊരു ചാനലിനെ കുറിച്ച് ഞാൻ ഇതുപോലുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാം. അതെല്ലാം വളരെ സക്സസ് ആയിട്ട്, അതായത് കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള വെബ്സൈറ്റാണിത്. അന്ന് മുതൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് പുതിയ പുതിയ പോസ്റ്റുകൾ ഇപ്പോൾ നാളത്തേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് സെയിം പോസ്റ്റ് തന്നെ ഞാനിപ്പോൾ കാണിച്ച ആ രീതിയിൽ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് ന്യൂ പോസ്റ്റ് എടുക്കുക. ഈ സെയിം സംഭവങ്ങൾ തന്നെ ചെയ്യുക. നാളത്തെ ഡേറ്റ് കൊടുത്തിട്ട് ടൈമും മറ്റു കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. നിങ്ങൾ മാനുവലായിട്ട് ചെയ്യണമെന്നില്ല, ഓട്ടോമാറ്റിക് ഇത് പോസ്റ്റ് ആകും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ആമസോൺ, അതായത് ജെന്യുവിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ്. അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് സമയം നിങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോ പൈലറ്റായിട്ട്, അതായത് കുറച്ച് നാൾ നിങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് വരുമാനം ലഭിക്കാൻ ചാൻസ് ഉള്ള ഒരു ഓപ്ഷനാണ് ഈ രീതിയിലുള്ള അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ അത്യാവശ്യം നല്ല ഫോളോവേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മുഖേന നിങ്ങൾക്ക് ഈ സംഭവങ്ങളെല്ലാം പ്രൊമോട്ട് ചെയ്യാം. എനിക്കിപ്പോൾ വേണമെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ വഴി അത് ബേസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ്സ് എല്ലാം പ്രൊമോട്ട് ചെയ്യാം. ഞാൻ അത്യാവശ്യം രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ആമസോണിൻ്റെ ഒരു വീഡിയോ കുറേ നാൾ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് കാണാം മൈ വീഡിയോ ഗിയേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഇത് കുറേ നാളായിട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന പ്രോഡക്റ്റുകളുടെ ലിസ്റ്റാണ്. ആമസോൺ ബേസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റാണ്. ഇതെല്ലാം അപ്ഡേറ്റ് ആയി വരും. ചില പ്രോഡക്റ്റ് എല്ലാം ഓഫേഴ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് കുറച്ച് പഴക്കമുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ കൊടുത്തിട്ട് പ്രൊമോട്ട് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലുള്ള പിൻട്രസ്റ്റ് പിൻ യൂസ് ചെയ്തിട്ട് പ്രൊമോഷനാണ്. ഡെയിലി ഒരു 3-4 പ്രാവശ്യം നിങ്ങൾ ഇതുപോലെ പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിൽ 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ അതിൻ്റെ
റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ കുറച്ച് ചെയ്യുമ്പോൾ കുറച്ച് സീരിയസ് ആയിട്ട് ചെയ്യുക ഇതുപോലുള്ള വർക്കുകൾ, കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഓട്ടോ പൈലറ്റായിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ വർക്കൊന്നും ചെയ്യാതെ തന്നെ നമുക്കിതിൽ നിന്നൊക്കെ വരുമാനം ലഭിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ട്രിക്ക് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ജെന്യുവിനായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ട്രിക്കാണിത്. ആമസോണിൻ്റെതായത് കാരണം പേയ്മെൻ്റ് എല്ലാം കൃത്യമാണ്. യാതൊരു ഡിലേയും ഇല്ലാതെ തന്നെ നമുക്ക് ആ സമയമാകുമ്പോൾ പേയ്മെൻറ്റ് നമ്മളുടെ അക്കൗണ്ടിലേക്ക് വരും. ഇത് മൊബൈൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അക്കൗണ്ട് ക്രിയേഷനൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പൊക്കെ യൂസ് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾ ഈ പ്രൊമോഷൻ രീതിയൊക്കെ ലാപ്ടോപ്പിനേക്കാളും വളരെ സിമ്പിളായിട്ട് നമുക്ക് പിൻട്രസ്റ്റൊക്കെ ഫോണിൽ യൂസ് ചെയ്യാനാണ്, വളരെ സിമ്പിൾ. അപ്പോൾ തീർച്ചയായിട്ടും അക്കൗണ്ട് ക്രിയേഷനൊക്കെ നമ്മൾ ലാപ്ടോപ്പ് യൂസ് ചെയ്യുക. അതിനുശേഷം മൊബൈൽ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ട്രാക്ക് ചെയ്യാനും പ്രൊമോട്ട് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ട്രിക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. ഇപ്പോൾ സ്ത്രീകളൊക്കെ ആണെങ്കിൽ പുതിയ ഡ്രസ്സുകൾ അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് പ്രോഡക്റ്റ് ഫോർ വുമൺ എന്ന് പറയുന്ന സെക്ഷനിൽ സീ ഓൾ ഓഫേഴ്സ് എന്ന് പറയുന്ന സെക്ഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ അതായത് ലേഡീസ് ബേസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റുകൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതുപോലുള്ള വെബ്സൈറ്റുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സെയിൽസ് ലഭിക്കുന്ന ചില പ്രോഡക്റ്റുകൾ ഏതൊക്കെയെന്ന് ഞാൻ കാണിച്ചു തരാം. മെയിനായിട്ട് കിഡ്സ് വെയർ വളരെ കൂടുതൽ സെയിൽസ് ലഭിക്കാൻ ചാൻസ് ഉള്ള പ്രോഡക്റ്റ് കാറ്റഗറിയാണ്. അതുപോലെ തന്നെ ടോയ്സ്, പിന്നെ പേഴ്സണൽ കെയർ, ഇതുപോലുള്ള പ്രോഡക്റ്റ് എല്ലാം നല്ല രീതിയിലുള്ള സെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും. ഇതിനെല്ലാം സെയിൽസ് കൂടുതൽ, കമ്മീഷൻ കുറവാണെങ്കിൽ സെയിൽസ് കൂടുതൽ നിങ്ങൾക്ക് ലഭിക്കും. സെയിൽസ് കൂടുമ്പോൾ ആ കമ്മീഷൻ്റെ പെർസെൻറ്റേജും കൂടും. അപ്പോൾ കൂടുതൽ സെയിൽസ് ലഭിക്കുമ്പോൾ കൂടുതൽ കമ്മീഷൻ കിട്ടും. അതുപോലുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ടോയ്സ് നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതുപോലുള്ള പിൻട്രസ്റ്റിൽ ഒരു പേജ് തന്നെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിനു വേണ്ടിയിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുക. ഒരുപാട് ഇമേജസ്, ഇപ്പോൾ ടോയ്സ് ആണെങ്കിൽ പല പല രീതിയിലുള്ള ടോയ്സിൻ്റെ പ്രോഡക്റ്റുകൾ നിങ്ങൾ ഇതുപോലെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഉപകാരം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ കൂടുതൽ ആളുകൾ അതിലേക്ക് ആകർഷിക്കുകയും അവർ നിങ്ങളുടെ ഫോളോവേഴ്സ് ആവുകയും ചെയ്യും. അപ്പോൾ പുതിയ പ്രോഡക്റ്റുകൾ നിങ്ങൾ ഇതുപോലെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവരത് പർച്ചേസ് ചെയ്യാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. അതിന് വേണ്ടിയിട്ടാണ് ഒരു ഡെഡിക്കേറ്റഡ് പേജ് ഇതിന് വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറയുന്നത്. വളരെ സിമ്പിളാണ്. ഒരു അക്കൗണ്ട് ക്രിയേഷൻ പിൻട്രസ്റ്റിലൊക്കെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് പിന്നും ബോർഡും ക്രിയേറ്റ് ചെയ്യുക. മെയിനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇപ്പോൾ ടോയ്സിന് വേണ്ടിയിട്ടാണെങ്കിൽ ടോയ്സ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ബോർഡ് ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ കീഴിലായിരിക്കണം നിങ്ങൾ ഇതുപോലുള്ള പ്രോഡക്റ്റുകളെല്ലാം ചെയ്യേണ്ടത്. ഓക്കെ, ഞാനിപ്പോൾ മറ്റുള്ള ആമസോണിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പേജൊന്നുമല്ല ഇത്, നിങ്ങൾക്കിപ്പോൾ സാമ്പിൾ കാണിച്ചു തരുന്നതാണ്. മറ്റുള്ള സംഭവം കുറേ നാളിന് മുമ്പ് ചെയ്തൊരു പേജാണിത്, അതാണ് അധികം ഫോളോവേഴ്സ് ഒന്നും ഇല്ലാത്തത്. പക്ഷേ ഞാനിപ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിന് വേണ്ടിയിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. കൂടുതൽ സീരിയസ് ആയിട്ട് ഇതുപോലുള്ള അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഞാൻ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളും അത് ചെയ്ത് പഠിക്കാൻ നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് യൂസ് ചെയ്തിട്ട് ഇതുപോലുള്ള പ്രോഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കിപ്പോൾ ഫ്രണ്ട്സ്, ലേഡീസ് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നിങ്ങളുടെ പ്രോഡക്റ്റ് ബേസ് ചെയ്തിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. നല്ല ഇതുപോലുള്ള പ്രോഡക്റ്റുകൾ, ഇപ്പോൾ ഫ്രണ്ട്സിനെയൊക്കെ മനസ്സിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, അവർക്ക് താല്പര്യമുള്ള പ്രോഡക്റ്റുകൾ ഇതിൽ വരികയാണെങ്കിൽ ജസ്റ്റ് ഇത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്ക് എടുക്കാനുള്ള ഓപ്ഷൻ അതിൻ്റെ മുകളിൽ വന്നിട്ടുണ്ടാവും. അതിൽ ജസ്റ്റ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. അത് കോപ്പി പേസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ അയച്ചു കൊടുക്കുക. അവർ അത് മുഖേന പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു കമ്മീഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതിൻ്റെ ഒരു വീഡിയോ വേണമെങ്കിൽ ഞാൻ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യാം. എങ്ങനെ പ്രൊഫഷണലായിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഇതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തിട്ട് ഇതുപോലുള്ള ലിങ്കുകൾ ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന്. അപ്പോൾ മറ്റുള്ള വെബ്സൈറ്റ് ഒന്നും അല്ല, ആമസോണൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും നല്ല ജെനുവിനിറ്റി ഫീൽ ചെയ്യുന്ന വെബ്സൈറ്റ് തന്നെയാണ്. എല്ലാവരും പർച്ചേസ് ചെയ്യാൻ ചാൻസ് ഉള്ള വെബ്സൈറ്റാണ്. തീർച്ചയായിട്ടും ആളുകൾ പർച്ചേസ് ചെയ്യും. നിങ്ങളുടെ ഫ്രണ്ട്സ് ആണെങ്കിലും നിങ്ങളുടെ ഫാമിലീസ് ആണെങ്കിലും അവർക്ക് താല്പര്യമുള്ള പ്രോഡക്റ്റുകൾ ഇതുപോലെ എടുത്തിട്ട് നിങ്ങളുടെ ലിങ്ക് ഷെയർ ചെയ്ത് അവരത് മുഖേന പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കമ്മീഷൻ ലഭിക്കും. ഓക്കെ, അപ്പോൾ ഓഫർ വരുന്ന പ്രോഡക്റ്റുകളിൽ എല്ലാം തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ട് അതിൻ്റെ ഒരു കമ്മീഷൻ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു സെക്ഷൻ വരെ എത്തണമെങ്കിൽ ഇതിനു മുമ്പുള്ള 2 വീഡിയോസ് നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കണം, ബാങ്ക് അക്കൗണ്ടെല്ലാം ലിങ്ക് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു ഓപ്ഷനിൽ പോയിട്ട് നിങ്ങൾക്ക് കാര്യമുള്ളൂ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ പിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും തന്നെ വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.